എന്ത് സംഭവിക്കുമെന്നുള്ളത്. പക്ഷേ അവരിവിടെ കൊണ്ടുവരികയും അവരിവിടെ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് തലയൊക്കെ പിടിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു കുഴപ്പവും ഇല്ലാണ്ട് അവർക്കിടെ ഓപ്പറേഷൻ നല്ല രീതിയിൽ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ശശികല എന്നാണ്. ഞാൻ ഒരു ഹിന്ദുമതത്തിൽ നിന്ന് വന്നതാണ്. ഞാനിപ്പോൾ ഒരു ക്രിസ്ത്യനായിട്ട് സ്വീകരിച്ചു. എൻ്റെ പേര് അന്ന എന്നാണ്. ഞാനിപ്പോൾ ആലപ്പുഴയിലാണ് എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നേക്കുന്നത്. ഞാനിതിക്ക് മുമ്പും കുറേ സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ സഹോദരികൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ സഹോദരിക്ക് ഒരു തൊണ്ടയ്ക്കൊരു മുഴയുണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്പറേഷത്തിന് പോയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായിരുന്നു. എന്നുവെച്ചാൽ തൊണ്ടയിൽ സൗണ്ട് പോകുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കുഴപ്പമില്ലാണ്ട് നല്ല ഇതായിട്ട് കിട്ടി. സൗണ്ടിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടെ അച്ഛനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു കുഴപ്പമില്ലാണ്ട് നല്ല ഇതായിട്ട് കിട്ടി. അതുപോലെ രണ്ടാമതും എൻ്റെ ഒരു കസിനായിരുന്നു. ഇവിടെ വണ്ടാനം മെഡിക്കൽ കോളേജിലായിരുന്നു. ഒരു ഓപ്പറേഷൻ വയറിനുണ്ടായിരുന്നു. അതും പേടി തന്നെയായിരുന്നു എന്ത് സംഭവിക്കുമെന്നുള്ളത്. പക്ഷേ അവരിവിടെ കൊണ്ടുവരികയും അവരിവിടെ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് തലയൊക്കെ പിടിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു കുഴപ്പവും ഇല്ലാണ്ട് അവർക്കിടെ ഓപ്പറേഷൻ നല്ല രീതിയിൽ കഴിഞ്ഞു. ഈ സാക്ഷ്യങ്ങൾ പറയാനായിട്ട് ഞാൻ വഴിയതിൽ ഈശോയോടും അമ്മയോടും പിന്നെ ക്ഷമാപണം പറയുന്നു. അതുപോലെ എൻ്റെ അനിയത്തിയുടെ മോള് UK പോകാനായിട്ട് ഇരുന്നേച്ചാണ്. അപ്പോൾ അവൾക്ക് ഒരു കുഴപ്പവും ഇല്ലാണ്ട് ഇവിടെ നിന്ന് വണക്കമാസം ഞാൻ എടുത്തായിരുന്നു. ഇവിടെ വന്ന് ഒരു കുഴപ്പവും ഇല്ലാണ്ട് അവൾ UK പോകാനും അവിടെ പോയി പഠിക്കാനും പറ്റി. ഇപ്പോൾ പോയിട്ട് 2-3 മാസമായി. ഒരു കുഴപ്പമില്ലാണ്ടിരിക്കണം. ഈ സാക്ഷ്യം ഇവിടെ പറയാനായിട്ട് വഴിയേലി ഈശോയോടും അമ്മയോടും ക്ഷമ ചോദിക്കുന്നു. കൊടാനോ കോടി നന്ദി. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 15-ാമത്തെ വാക്യം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. വീണ്ടും നമുക്ക് ഒരു വചനം കൂടി ശ്രവിക്കേണ്ടതുണ്ട്. സങ്കീർത്തനം 121:5. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. ഹിന്ദുമത വിശ്വാസിയായ ഈ മകള് ഇപ്പോൾ ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ പൂർണ്ണമായി വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് രോഗങ്ങൾ കുടുംബത്തിൽ ഇടതടവില്ലാതെ കടന്നു വന്നപ്പോഴൊക്കെയും പ്രാർത്ഥനയിൽ അഭയം കണ്ടെത്തി. ജോലിക്ക് വേണ്ടി UK സഹോദരി പുത്രന് പോകാനായിട്ട് അവസരത്തിന് വേണ്ടി യാചിച്ചപ്പോഴും എല്ലാം അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിക്കാമെന്നും ഇതെല്ലാം സാധിച്ചു കിട്ടുമ്പോഴാണ് ഞാനൊരു വലിയ സാക്ഷ്യമായി തീരാമെന്നും പറഞ്ഞുകൊണ്ട് ഈ മകൾ ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾക്കും ഇതുപോലെയുള്ള വിശ്വാസമാണ് വേണ്ടിയിരിക്കുന്നത്. പൂർണ്ണമായ വിശ്വാസം. ആ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന എന്നെയും നിങ്ങളെയും നമ്മുടെ രോഗങ്ങളെയും നമ്മുടെ ശരീരത്തിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റും. ആ പൂർണ്ണമായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തീക്ഷ്ണമായി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.